ഹായ്, ഞങ്ങൾക്ക് ഇന്നത്തെ ഭക്ഷണം രാവിലെ കുറേ വൈകിപ്പോയി. അമ്മേനെ കുളിപ്പിക്കണം, അമ്മേനെ കാര്യങ്ങളെല്ലാം ചെയ്യണം, പിന്നെ അവിടെയെല്ലാം തുടക്കണം, അല്ലാതെ പുറത്തേക്ക് വരാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഇടിയപ്പം ഉണ്ടാക്കി, സാമ്പാറുണ്ടാക്കി. അപ്പോൾ ഇപ്പോൾ അമ്മ വിളിക്കും പുറത്തേക്ക്, വാ അതാടെ നോക്ക് ഇടം നോക്ക് എന്നെല്ലാം വിളിക്കും. അന്നേരം എനിക്ക് പണിയേ ആകുന്നില്ല. ഇപ്പോഴാണ് ഞങ്ങൾ ചായ ആയത്. അമ്മ സേമിയ ഇടിയപ്പം, സേമിയ അല്ല ഇടിയപ്പം പിന്നെ സാമ്പാർ. ഇടിയപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നെടുത്തതേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ಹೌದು. ಉಳಿತಾಗಲಿಲ್ಲ. ഹായ്, കാണുന്നുണ്ടോപ്പ? ഇത് പുഴുങ്ങലേരി മാത്രമാണ്. പുഴുങ്ങലേരി മാത്രം ഇട്ടാലാണ് ടേസ്റ്റ്. പച്ചരി ഇട്ടാൽ എത്ര ടേസ്റ്റ് ഇല്ല, കുറച്ച് കട്ടി ഉണ്ടാകും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പച്ചരി ഇടാൻ പറഞ്ഞല്ലേ, പച്ചരി ഇടാതെ ആക്കുന്നതാണ് നല്ലത്. എന്ന് പറഞ്ഞാൽ ഞാനത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ പച്ചരിയിൽ അത്ര ടേസ്റ്റ് ഇല്ല. നമുക്ക് കഷ്ടവും അത് ഇങ്ങനെ എടുക്കാൻ. പുഴുങ്ങലരിയിൽ അത്ര കഷ്ടമില്ല, നല്ല ടേസ്റ്റും ഉണ്ട്. ഇത് റേഷന്ന് കിട്ടിയ പുഴുങ്ങലരിയാണ്, ചോന്ന്. കാണുന്നുണ്ടോപ്പാ? അമ്മക്ക് ഒന്ന് കൊടുത്തു, ഇത് രണ്ടാമത്തെ. ഇത് രണ്ടാമത്തെ. ഞാൻ 2 പ്ലേറ്റ് തിന്നണോ? 2 പ്ലേറ്റ് നിനക്ക് വേണ്ട? വേണ്ട, 2 പ്ലേറ്റ്. അമ്മ പറയുന്നത് 2 പ്ലേറ്റ് അടുത്തിൻ്റെ വെക്കണ്ട. ആരെങ്കിലും നോക്കുമ്പോൾ ഈ പ്രായമുള്ളവർ എത്ര തിന്നുന്നു പറയുന്നു അമ്മ പറയുന്നത്. ഇനി ഇങ്ങോട്ട് ആരും വരുന്നില്ലല്ലോ. ഇല്ലപ്പ ആരും വരില്ല. ആളുള്ളിൽ കൊണ്ടക്കണ നിങ്ങൾക്ക് അതായിട്ട് അമ്മ പറയും. വേണ്ട, ഇവിടെ നോക്കണ. സാമ്പാറാണ്. സാമ്പാറിന് ചൂടുണ്ട്, അതുകൊണ്ട് മൂടി വെച്ചിട്ടാണ്. വറുത്തരച്ചത്, തേങ്ങ വറുത്തരക്കണം. തേങ്ങയും മുളകും, പിന്നെ 2 തരം മുളകാണ്, പിന്നെ ഉഴുന്ന് പരിപ്പ്, ഉലുവ, ജീരകം, കൊത്തമ്പാരി, കടലവേള 2 മണി, കടലവേള, കുരുമുളക് 2 എണ്ണം, ഇതെല്ലാം ഇട്ട് വറുത്ത് എണ്ണ ഒഴിച്ച് വറുക്കണം. വറുത്ത് പിന്നെ നമ്മൾ കരിയാമ്പും വെളുത്തുള്ളി നീരുള്ളി എല്ലാം ഇടില്ല, അതൊന്നും ഇവരിടില്ല. എന്നിട്ട് അരച്ചിട്ട് കടുക് വറുക്കുന്നത്. കരിയാമ്പ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, അമ്മ പറക്കിയെടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടിട്ട്. ഇനി ഒന്നും കൂടി എടുക്കാമെന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്ക് ചായ വെക്കാം. 2 ഗ്ലാസ് ചായ വെക്കാം. നമ്മൾ ചായയെല്ലാം പൈപ്പും വെള്ളമല്ലേ, കുടിക്കുന്നത് മാത്രം വാങ്ങുന്നുണ്ട്. 1 ഗ്ലാസ് അമ്മയ്ക്ക് 1 ഗ്ലാസ് എനിക്ക് 1 ഗ്ലാസ് പാലോട്ടുമ്പോൾ അതത്ര ആയില്ലേ. നമുക്ക് കാപ്പിയാണ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി.
നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സന്തോഷത്തിലിരിക്കുക, സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ടേ ഇരിക്കുക. ചിരിച്ചാൽ സൗന്ദര്യം കൂടുന്നെന്നാ പറയുന്നത്. ശനിയാഴ്ച വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്നു. ഞാൻ എൻ്റെ മോൻ്റെ വീഡിയോ വരുവോളം വീഡിയോ ഇട്ടിട്ടുണ്ട്. ചെറിയ മോനാന്ന് കല്യാണം കഴിച്ചത്, വലിയ മോന് കല്യാണം കഴിച്ചിട്ട. രണ്ട് ശരിയായിട്ട് വന്നതാണ്. അപ്പം അടുത്തുള്ളവർ പാര വെച്ചു. എന്ത് പറഞ്ഞതെന്ന് അറിയില്ല. അടുത്തുള്ളവർ വെറുതെ കള്ളത്തരം പറഞ്ഞിട്ട് പാര വെച്ചതൊന്നും ഞങ്ങൾക്ക് മംഗളാരം ശരിയായതാണ്. അവർക്ക് എല്ലാവർക്കും ശരിയായിരുന്നു. അപ്പോൾ അവർ ഇളയമേരെ മോനുണ്ട് കൂടി ചേർന്നിട്ട് അവർക്ക് ഇഷ്ടമായിട്ടാണ്. ഇപ്പോഴും അവർക്ക് ഇഷ്ടമല്ല, ഇന്നെന്താവുന്നൊന്നും അറിയില്ല. എൻ്റെ മോൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ എവിടെ ടൂർ പോയ മഞ്ഞ വൈഞ്ഞിനെ ഇട്ടിട്ട് ഇങ്ങനെ ടൂർ പോയ ഈ പിന്നെ കണ്ടോയില്ലേ, കണ്ടോന്ന് പറഞ്ഞാൽ ഈ ഞാറെല്ലാം നടുന്ന ആടെ ഇങ്ങനെ നടന്നുകൊണ്ടെല്ലാം പോകുന്ന ഒരു വീഡിയോ ഇട്ടിട്ടില്ല. അതാണ് എൻ്റെ മോന്. ആർക്കെങ്കിലും ഇഷ്ടമാണെങ്കിൽ പിന്നെ എൻ്റെ നമ്പറിൽ വിളിക്കണേ. 9544732073. അതെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്ന് വീടെല്ലാം ഉണ്ട്, ഒരേ കുഴപ്പമില്ല. പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പഠിപ്പിക്കുക, അല്ല വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കുക, ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ജോലി, എന്തും നമ്മൾ ചെയ്ത്. പിന്നെ ആരുമില്ല, മോനും അവർ മാത്രമാണ്. മറ്റു ചെറിയ മോനും അവർ ദുബൈയിലാണ്. അപ്പം മരുമകളെ ദുബൈയിലേക്ക് കൊണ്ടുപോകും. പിന്നെ മാർച്ചിൽ അവർ ചെറിയ മോനോളും കുഞ്ഞി പോകുന്നുണ്ട്. അപ്പോൾ ഇവൻ കല്യാണം കഴിഞ്ഞാൽ ഇവനും പോകും. ഇവനും അവിടെ നല്ലൊരു സെറ്റിലാക്കി കൊടുക്കും, പെണ്ണിനെ കൊണ്ടുപോകും. നമ്മൾ നല്ല നിലയിലുള്ളവരാണ്, ഇങ്ങനെ ഉള്ളവരല്ല. നമ്മൾ വലിയവരുമല്ല ചെറിയവരുമല്ല. അപ്പോൾ ഒന്നും തരണ്ട. നമ്മൾ കല്യാണമെല്ലാം നമ്മൾ നടത്തിക്കോളും, നല്ല രീതിയിൽ നടത്തേണ്ടതുണ്ട്. എൻ്റെ മോനൊന്നും ശരിയാവാത്തത് കൊണ്ട് ഭയങ്കര വേദനയാണ്. അത് പിന്നെ എനിക്ക് പറയാൻ പറ്റുന്നില്ല, അത്രയ്ക്കും വേദനയാണ്. ഞാൻ അച്ഛനില്ലല്ലോ, അപ്പം ഞാൻ എന്നെ മുൻകൈ എടുത്ത് നടത്തണമല്ലോ. ചെറിയ മോൻ്റെത് പിന്നെ അപ്പോൾ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഭർത്താവിൻ്റെ പെങ്ങളെ മോളെ എന്നെടുത്തത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചെറിയൊരു പറഞ്ഞു വെച്ചതാണ്, രണ്ടാളും ഒന്നിച്ച് കഴിക്കാം. ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഒരുപാട് സങ്കടമുണ്ട്. എന്നാലും ചിരിച്ചോണ്ടേ ഇരിക്കണം എന്നല്ലേ. എനിക്ക് എന്ത് പറയുമ്പോഴും ചിരിയാണ്, സങ്കടം പറയുമ്പോൾ ചിരി, എന്ത് പറയുമ്പോഴും ചിരിച്ചോണ്ടേ ഇരിക്കും. അത് ഈശ്വരനൊരു ഈ കഴിവ് തന്നിട്ട്. പിന്നെന്ത്, നിങ്ങളെ മുമ്പിൽ സങ്കടപ്പെടാൻ പറ്റില്ല. ഓക്കെ, ബൈ.